ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കടന്നു തത്സമയം. ഈ വർഗീയവാദികൾ ഇന്ത്യയിൽ ഒരു കാരണവശാലും മൂന്നാമത് അധികാരത്തിൽ വരാൻ പാടില്ല. അതിനുവേണ്ടി ആത്മവിശ്വാസത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നടപടി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, അത് അന്വേഷണം നടക്കട്ടെ, നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ. അന്വേഷണം നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്വേഷണം നീതിപൂർവമായി നടക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ അന്വേഷണത്തെ കൂടി സംശയിച്ചത്. അന്വേഷണം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി ഗവൺമെന്റിന്റെ മീതെ CPM-ന്റെ മീതെ ഒരു പ്രഷറുണ്ടാക്കി ലോകസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം BJP CPM ബന്ധമുണ്ടാക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ED അന്വേഷണം കരുവന്നൂർ ബാങ്കിന്റെ ED അന്വേഷണം തൃശൂർ പാർലമെന്റ് സീറ്റ് തീരും. എവിടെ ഇപ്പൊ അന്വേഷണം? CPM-ന്റെ ആ ജില്ലയിലെ നേതാക്കന്മാർ മുഴുവൻ മുൾമുനയിലാണ്. അവര് മൊഴിയെടുക്കാൻ വേണ്ടി വിളിക്കുക. അപ്പൊ അവർ വിചാരിക്കുക അറസ്റ്റ് ചെയ്യില്ല. അതിങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ മുൾമുനയിൽ നിർത്തി CPM BJP ബാന്ധവം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനുവേണ്ടി ഈ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അവിഹിതമായ ഒരു ബന്ധം സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ CPM നേതൃത്വവും തമ്മിലുണ്ട്. അതിന് ഇടനിലക്കാരുണ്ട്. അപ്പൊ അവര് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ 2-3 സീറ്റ് അവർക്ക് ജയിക്കണം എന്ന് പറഞ്ഞ ഒരു വാശിയാണ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സാധ്യതയും ഒരു BJP-കാരനും പാർലമെന്റിൽ പോകാനുള്ള ഒരു സാധ്യതയില്ല. അപ്പൊ അവര് സാധ്യത തേടുന്നത് CPM-നെ സ്വാധീനിച്ചുകൊണ്ടാണ്. അത് CPM-ഉം അവരും ചേർന്ന് നിന്നാലും തൃശ്ശൂർ ഞങ്ങൾ ജയിക്കും. ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും. നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റു ചില വാർത്തകളിലേക്ക് കടക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക 27 പ്രഖ്യാപിക്കും.